ഇടുക്കിയുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി കരടിന് അംഗീകാരം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചട്ടം നിലവിൽ വരും. പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുന്നതിനോടൊപ്പം ക്വാറികൾക്കും അംഗീകാരം ലഭിക്കുന്നതാണ് ചട്ട ഭേദഗതി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തുവാനും കരടിൽ നിർദ്ദേശമുണ്ട്. പട്ടയഭൂമിയിലെ 1500 ചതുരശ്രയടി വരെയുള്ള വീട്, കടമുറി തുടങ്ങിയവ ഫീസില്ലാതെ ക്രമപ്പെടുത്തുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ കരട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകരിച്ചു. കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്തും. അപേക്ഷിച്ചാൽ 90 ദിവസത്തിനകം പരിശോധനയില്ലാതെ ക്രമപ്പെടുത്തി നൽകുന്ന തരത്തിലാകും ചട്ട ഭേദഗതി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തും. വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ഫീസ് വാങ്ങി ക്രമപ്പെടുത്തി നൽകുവാൻ സർക്കാരിന് അധികാരമുണ്ടാകും. 10,000 ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുവാൻ കളക്ടർക്ക് ഉൾപ്പെടെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്ന 1964 ചട്ടങ്ങൾ, നഗരപ്രദേശങ്ങളിൽ പതിച്ചു നൽകുന്ന 1995 ചട്ടങ്ങൾ, 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ നടത്തിയ കുടിയേറ്റം ക്രമവൽക്കരിക്കുന്ന 1993 ചട്ടങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ഭേദഗതി വരിക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടം നീങ്ങിയ ശേഷം ഭേദഗതിയുടെ കരട് മന്ത്രിസഭായോഗം പരിഗണിക്കും. പട്ടയഭൂമികളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികൾക്കും പ്രവർത്തനാനുമതി നൽകുവാൻ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട്. 65 ക്വാറികളാണ് പട്ടയഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇവ പ്രവർത്തനം നിർത്തി. അതേസമയം പുതിയ ക്വാറികൾ ആരംഭിക്കുവാൻ അനുവാദം നൽകുവാനാകില്ല. പതിച്ചു കൊടുത്ത ആവശ്യത്തിനല്ലാത്ത ഭൂമി വിനിയോഗിക്കുവാൻ പാടില്ലെന്ന് 2010 മൂന്നാർ മേഖലയെ സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായമാണ് ചട്ട ഭേദഗതിയിലേക്ക് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.